ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടറുടെ അടുത്തൊക്കെ പോവാണ് കൺസൾട്ടേഷൻ പേഷ്യന്റിന്റെ കൂടെ. പേഷ്യന്റ് റിലേറ്റീവ്സ് ഉണ്ടാകും, നമ്മളും ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്തായാലും പോകണല്ലോ, നമ്മൾ കെയർ ഗിവർ ആണല്ലോ. അപ്പൊ അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഈ ഡോക്ടർ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് നമ്മുടെ അടുത്തായിരിക്കും. കാരണം നമ്മളാണല്ലോ പേഷ്യന്റ് കെയർ ഗിവർ. ഒരിക്കലും റിലേറ്റീവ്സിന്റെ അടുത്തായിരിക്കില്ല ചോദിക്കുന്നത് പേഷ്യന്റ് മെഡിക്കേഷൻസ് അല്ലെങ്കിൽ അവരുടെ വൈറ്റൽസ്, അവർക്ക് എന്തെങ്കിലും സിംറ്റംസ് പുതിയതായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ, ഞാൻ പറഞ്ഞ മാതിരി കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ ഉറക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളോടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്, റെക്കോർഡ് കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ടക്കനെ ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ പേഷ്യന്റിന്റെ ഹിസ്റ്ററി ഡോക്ടർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ റെക്കോർഡ് ഡോക്ടറെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കാര്യം കേട്ടോ, അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം ഞാൻ 2 ഹോം കെയറിൽ വർക്ക് ചെയ്തിട്ട് 2 സ്ഥലത്തും എനിക്ക് പേഷ്യന്റിന്റെ കൂടെ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. 2 സ്ഥലത്തും ഡോക്ടർ എന്നോട് തന്നെയാണ് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. താങ്ക് ഗോഡ് ഞാൻ എന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതുകൊണ്ടും. പിന്നെ മെഡിസിൻസിന്റെ പേര് ഞാൻ എല്ലാ ദിവസവും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. ഇന്ന് എഴുതിയാലും നാളെ എഴുതും, പിറ്റേ ദിവസം എഴുതും. അതുകൊണ്ട് നമ്മൾ ബൈ ഹാർട്ട് ആവും. നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിന്റെ പേരൊക്കെ നമുക്ക് അത് എത്ര mg കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ബൈ ഹാർട്ട് ആവും. അപ്പോൾ നമ്മൾ ഡോക്ടർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ടക്കനെ മറുപടി പറയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾക്ക് ഡോക്ടറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാട്ടോ ഡോക്യുമെന്റേഷൻ.